Hi guys, welcome back to my YouTube channel. അപ്പോൾ ഡേ 4 ഓഫ് മലേഷ്യ ട്രിപ്പാണ് ഇന്നത്തത്. ഇന്ന് നമ്മൾ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇവിടെ മിസ് ചെയ്യും ഈ റൂം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ലെറ്റ്സ് ഗോ ഫോർ ദാറ്റ് വീഡിയോ, ലാസ്റ്റ് ഡേ ഓഫ് മലേഷ്യ ട്രിപ്പ്. നമ്മളങ്ങനെ ചെക്കൗട്ടൊക്കെ ചെയ്ത് ഇറങ്ങി. 11:30 ലോബിയിൽ റിപ്പോർട്ട് ചെയ്യണം, എന്നാലേ നമുക്ക് നമ്മുടെ ഡിപ്പോസിറ്റ് ക്യാഷ് കിട്ടത്തുള്ളൂ. അങ്ങനെ നമ്മൾ പെട്ടെന്ന് പോവാണ്, ലേറ്റായി. അങ്ങനെ നമ്മളിനിയിപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് ചൈന ടൗണിലാണ് പോകുന്നത്. ഗൈസ്, നമ്മളങ്ങനെ ചൈന ടൗൺ, സെൻട്രൽ മാർക്കറ്റ് തുടങ്ങിയ സ്ഥലങ്ങളിൽ എത്തിയിരിക്കുകയാണ്. നമുക്ക് ആദ്യം സെൻട്രൽ മാർക്കറ്റിൽ പോവാം, അതാണ് നമ്മുടെ പ്ലാൻ. സെൻട്രൽ മാർക്കറ്റ് കഴിഞ്ഞിട്ട് ചൈന ടൗൺ, പിന്നെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിൽ പോകണം. ഇവിടെ നമുക്ക് സെൻട്രൽ മാർക്കറ്റിലോട്ട് പോവാം, അവിടെ എന്താ കാഴ്ചകൾ നോക്കാം. ഇവിടെ മുഴുവനും കാർ പാർക്കിങ്ങും ഒക്കെയാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇനി നല്ല ലൈറ്റും കൂടെ ഉള്ളത് കൊണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഓക്കെ ഗൈസ്, നമുക്ക് ആ സൈഡ് വഴി പോകാം. ഇവിടെ കുറേ റെസ്റ്റോറൻറ്റ്സ് കാര്യങ്ങളുണ്ട്. ഇവിടെ എന്തോ മയിലാണെന്ന് തോന്നുന്നു. നിറയെ ആൾക്കാർ. ഗൈസ്, നല്ല ഭംഗിയുള്ള ക്യൂട്ട് ബാഗുകളുണ്ട് ഇവിടെ. ഇവിടെ നമുക്ക് നല്ല ഭംഗിയില്ലേ. ഇതിൻ്റെയൊക്കെ വില ചോദിക്കണം, എന്നിട്ട് പറ്റിയതാണെങ്കിൽ എന്തെങ്കിലും എടുക്കണം. പിന്നെ ഇവിടെ കുറേ വാച്ചസ് ഉണ്ട്, ഇയറിങ്സ്. ഞാനാണ് ഗൈസ്. ഇവിടെ കൊള്ളാം, നല്ല ഭംഗിയുണ്ട്. പക്ഷേ റേറ്റ് ചെക്ക് ചെയ്യണം, എന്നിട്ട് എന്തെങ്കിലും. മജോറിറ്റി ഞാൻ വാങ്ങാൻ പോകുന്നില്ല. ഇതിലുള്ള സാധനം എൻ്റെ കയ്യിലുണ്ട് ഗൈസ്. ഗൈസ്, ഇത് നമ്മുടെ നെയിൽസ് ആണ്. നമ്മൾ മറ്റേ കൊറിയൻ വീഡിയോസിലും മറ്റുമൊക്കെ കാണില്ലേ, അങ്ങനത്തെ നെയിൽസാണിത്. ഇത് ക്യൂട്ട്. ഗൈസ്, ഞാൻ ഈ ഒരു ഇയറിങ്സ് മേടിക്കാൻ വിചാരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട്. ഇത് നമ്മളെ ഹെയർ ക്ലിപ്പാണ്. ഇത് കുറേ ഷെയ്ഡ്സിലും അവൈലബിൾ ആണ്. അത് നമ്മുടെ റാബിറ്റും മങ്കി, ക്യാറ്റ്, ആ ഒരു മോഡലിലെല്ലാം ഈ ഒരു ഹെയർ ക്ലിപ്പ് അവൈലബിൾ ആണ്. അവിടെ ഒരുപാട് ഹെയർ ക്ലിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ സെൻട്രൽ മാർക്കറ്റിൻ്റെ സൈഡിലുള്ള ഷോപ്സിലാണ് കേട്ടോ ഇതൊക്കെ ഉള്ളത്. ഇത് ആക്ച്വലി നിറയെ ഇങ്ങനത്തെ കുറേ ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ബാഗ്സും ഫ്ലവേഴ്സ്, കീ ചെയിൻസ്, ഇതൊക്കെ ഉള്ള ഒരു ഷോപ്പാണിത്. പിന്നെ പുറത്ത് ഫുൾ ടൂറിസ്റ്റുമായിട്ട് ഫുൾ വൈബാണ്, ഫുൾ തിരക്കാണ്. എല്ലാവരും പർച്ചേസ് ചെയ്യുകയാണ്. ഇത് നമ്മുടെ ഫോണിൻ്റെ ചെയിനാണ്. ഇവിടെ എല്ലാവരും ഈ ഒരു ചെയിൻ യൂസ് ചെയ്യും. ഇതും കുറേ ഷെയ്ഡ്സിൽ അവൈലബിൾ ആയിരുന്നു, നല്ല ഭംഗിയായിരുന്നു. അങ്ങനെ അപ്പോൾ സൈഡിൽ നിന്ന് അങ്ങനത്തെ കുറേ മ്യൂസിക്കും മറ്റൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറേ ഫ്ലവർ ഷോപ്സ്. നമ്മുടെ കുറേ പിൻട്രസ്റ്റിൽ കാണുന്ന എല്ലാ തരത്തിലുള്ള ബാഗ്സും അവിടെ അവൈലബിൾ ആണ്. ഇത്ര രസമായിരുന്നു അത് കണ്ടുകൊണ്ട്. ഇങ്ങനെ നടക്കാൻ തന്നെ ഒരു രസമായിരുന്നു.
പിന്നെ ഇത് നമ്മുടെ ആക്സസറീസിൻ്റെ സെഷൻസ് ആണ്. ഇയറിങ്സും ചെയിൻസും കാര്യങ്ങളൊക്കെ. വീണ്ടും ബാഗ്. ഇത് അവിടെ ആക്ച്വലി ഒരു എക്സിബിഷൻ പോലെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പം അതാണ് ഇതൊക്കെ. ഇതൊരു പിങ്ക് സ്റ്റോൾ ഉണ്ടായിരുന്നു. അതായത് ആ പിങ്ക് കളർ ബേസ് ചെയ്തിട്ടുള്ള ആക്സസറീസ് ഒക്കെ ഉള്ളൊരു സ്റ്റോളും അതിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു. ഫോൺ കേസും നമ്മുടെ അല്ലാണ്ട് ജ്വല്ലറീസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ആക്സസറീസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇതൊക്കെ കണ്ട് അവിടെ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് ഇറങ്ങി ഇനി നമ്മൾ പോകുന്നത് സെൻട്രൽ മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെയാണ് ചൈന ടൗൺ. ഇനി നമ്മൾ സെൻട്രൽ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങി നേരെ പോകുന്നത് ചൈന ടൗണിലാണ്. ഫുള്ള് ആ ഒരു സിറ്റി തന്നെ അവർ മെയ്ഡ് ചെയ്തിരിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ്. പിന്നെ പോകുന്ന വഴിയിൽ നമ്മൾ സ്ട്രീറ്റിൽ ഒരുപാട് ഇങ്ങനെ ഫ്ലവർ ഷോപ്സുകൾ കണ്ടു. അവിടെ ആൾക്കാർ ഒരുപാട് വാങ്ങാനും ഉണ്ട് ആ ഫ്ലവർ ഷോപ്സിൽ നിന്ന് ഇങ്ങനെ ബൊക്കെ ആയിട്ട് ഫ്ലവേഴ്സ് എല്ലാവരും വാങ്ങും. ഇപ്പം നമ്മൾ നേരെ കാണുന്നത് ഇതാണ് ചൈന മാർക്കറ്റ്, ദ ഫേമസ് ചൈന ടൗൺ. നമ്മളിനി അങ്ങോട്ടാണ് പോകുന്നത്. ടൈം ഇപ്പോൾ ഒരു 12:30 ഒക്കെ ആണ്, noon. ഇവിടെ ഒന്ന് കണ്ടോ, അങ്ങനത്തെ കാറൊന്നും അങ്ങനെ ചെയ്തെന്ന് പറഞ്ഞ് ഇവിടെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ലല്ലോ, മോഡിഫൈ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഇതാണ് എൻട്രൻസ് നമ്മുടെ ചൈന ടൗണിൻ്റെ. ചെന്ന് കയറുമ്പോൾ തന്നെ രണ്ട് സൈഡിലും ബാഗാണ് സ്റ്റാർട്ടിങ് തന്നെ. ബാഗ് ഇത് നമ്മുടെ മിസ്റ്റർ ബീൻ്റെ ടെഡീസ്, ഇത് ഇങ്ങനത്തെ ഹാൻഡ് ഫാൻസ് എല്ലാവരുടെ കയ്യിലും ഉണ്ട് അവിടെ. അപ്പം ഞാനും നോക്കി, പക്ഷെ വാങ്ങിയില്ല. പിന്നെ നമുക്കൊരു ബാഗ് വാങ്ങണമായിരുന്നു. അങ്ങനെ നമ്മൾ അത് നോക്കി കുറേ ഷോപ്സും കാര്യങ്ങളൊക്കെ പോയി. അപ്പം ഇവിടെ മെയിൻ പ്രശ്നം ക്യാമറ അലൗഡ് അല്ല. അപ്പം എനിക്ക് കുറച്ച് ഇവിടുത്തെ പിക്ചേഴ്സും മറ്റുമൊക്കെ വീഡിയോസും മറ്റുമൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനത്തെ ക്യൂട്ട് ബാഗ്സ്, പിന്നെ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ള ഒരു സംഭവം. നമ്മളിങ്ങനെ അവിടെ നിന്ന് നേരെ ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 1:30, 2 ഒക്കെ ആയി. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് കഴിക്കാൻ അവിടെ നിന്ന് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നമ്മൾ ഓർഡർ ചെയ്തത് ചപ്പാത്തി, മഞ്ചൂരിയൻ, പിന്നെ എഗ് കറി, പൊറോട്ടയൊക്കെ ആയിരുന്നു. കള്ളായിരുന്നു. പിന്നെ അവിടെ നിന്ന് നമ്മൾ നേരെ പോയത് ഈ ഒരു അമ്പലത്തിലാണ്. ഈ അമ്പലത്തിൻ്റെ പേര് സിൻഷേസിയ ടെമ്പിൾ എന്നാണ്. ഇത് നമ്മുടെ ചൈന ടൗണിൻ്റെ തൊട്ടടുത്തുള്ള ഒരു അമ്പലമാണ്. ചൈനീസ് ടെമ്പിളാണിത്. ഇത് ആക്ച്വലി ഇവിടെ ക്യാമറ അലൗഡ് അല്ലായിരുന്നു. അവിടെ തിരക്ക് കുറവായിരുന്നുകൊണ്ട് ഞാൻ വീഡിയോസ് എടുത്തതാണ്. ഇതാണ് നമ്മുടെ എൻട്രൻസ്. അകത്ത് കയറുമ്പോൾ എല്ലാവരും നമ്മുടെ ഈ തിരിയൊക്കെ വെച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ഫുൾ ചൈനീസ് ലിപികളും മറ്റൊക്കെ എഴുതി ആ ഒരു ടിപ്പിക്കൽ യെല്ലോ ആൻഡ് റെഡ് ഫോമിലുള്ള ഒരു അമ്പലമാണിത്. നമ്മളങ്ങനെ അതിനകത്ത് കയറിയിട്ട് നമ്മൾ പിന്നെ പെട്ടെന്ന് ഇറങ്ങി അവിടെ നിന്ന്. ഇവിടെ ആക്ച്വലി ഈ ചൈന ടൗൺ, സെൻട്രൽ മാർക്കറ്റ് ആൻഡ് ഈ ടെമ്പിൾ, ഇത് മൂന്നും ഈ ഒരൊറ്റ സ്ഥലത്താണ്. ഇവിടെ നിന്ന് തന്നെ നമുക്ക് ഈ 3 സ്ഥലത്തോട്ട് പോകാം. അതിൻ്റെ ഇവിടെ നിന്ന് തന്നെയാണ് നമ്മുടെ ആ ഒരു ഫുഡ് നമ്മൾ കഴിച്ച ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. പിന്നെ നമ്മളത് ഇവിടെ നിന്ന് ഈ ഒരു ഷോപ്പിൽ നിന്ന് ഈ ഒരു മാംഗോ ജ്യൂസ് മേടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു മാംഗോ ജ്യൂസ്. അവിടെ നിന്നു. നല്ല മഴയും ഉണ്ടായിരുന്നു. നമ്മളങ്ങനെ ചൈന ടൗണിൽ, പിന്നെന്താ സെൻട്രൽ മാർക്കറ്റ്, ഇവിടെയൊക്കെ പോയി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് ഒന്നും നമ്മൾ ചെയ്തില്ല. ഒരു ഡ്രസ്സ് മേടിച്ചു ഞാൻ. ഇത്രേ വാങ്ങിച്ചോളൂ. അത്ര ഈ പറയുന്ന അത്ര വിലക്കുറവും ചീപ്പൊന്നും അല്ല. ആക്ച്വലി നമ്മുടെ ഇന്ത്യൻ കറൻസി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കൂടുതലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളവിടുത്തെ മാർക്കറ്റിൽ പോയി നമ്മൾ 5-10 രൂപയ്ക്കൊക്കെ മേടിക്കുന്ന സാധനം ഇവിടെ 100-200 ഒക്കെ കൊടുക്കേണ്ടി വരും. എനിക്കത് അത്ര കുറവായിട്ട് തോന്നിയില്ല. നമ്മളങ്ങനെ കണ്ടു, മാർക്കറ്റ്സൊക്കെ കയറി കണ്ടു. നല്ലൊരു ലൊക്കേഷൻ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡൊക്കെ കഴിച്ചിട്ട് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട്. സോ ഇവിടെ ഇങ്ങനെ ഇരിക്കുവാണ്. നമ്മൾ ജ്യൂസും കുടിച്ച് നമ്മളിങ്ങനെ ഇരിക്കുവാണ്. ആ ജ്യൂസ് കുടിച്ചിരിക്കുകയാണ്. ഇനി 3:30 or 4 നമ്മൾ വണ്ടി വരും. എന്നിട്ട് നേരെ നമ്മൾ പുത്രജയ പോവും. പുത്രജയം പിന്നെ വേറൊരു സ്ഥലം കൂടി പോവും. അത് കഴിഞ്ഞ് നേരെ എയർപോർട്ടിൽ. നമ്മൾ ഫ്ലൈറ്റ് 10:30 ആണ്. നാട്ടിലെ 8 ആണ് നാട്ടിലെത്തത്. അപ്പം ഇങ്ങനെ ഇരിക്കുവാണ്. നല്ല മഴയാണ്. ആ യെല്ലോ വാനാണ് നമുക്ക് പോകാനുള്ളത്, നമ്മുടെ ക്യാബ്. അപ്പം നിറയെ മഴ ആയതുകൊണ്ട് നമ്മളവിടെ ഒരു ഷോപ്പിൻ്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആക്ച്വലി ഇവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല, കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സിറ്റി. പക്ഷേ വി നീഡ് ടു ഗോ. നമുക്ക് ഫ്ലൈറ്റ് ഉണ്ട്, അപ്പോൾ ഓൺ ടൈമിലെത്തണം. അല്ലെങ്കിൽ നമ്മുടെ ഫ്ലൈറ്റ് മിസ്സാവും, എല്ലാം സീനാവും. സോ നമ്മൾ പോവാണ്. ഇനി നമ്മൾ നേരെ പോകുന്നത് പുത്രജയയിലോട്ടാണ്. അപ്പോൾ ഇതാണ് പുത്രജയ മോസ്ക്. ഇത് പുത്രജയ മോസ്കും ആൻഡ് ആ കാണുന്നത് പുത്രജയ ഒഫീഷ്യൽസിൻ്റെ ഓഫീസസ് ആണ്. അപ്പോൾ ഇതാണ് എൻട്രൻസ്. പുത്രജയ 1997 ഈ ഒരു മോസ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. ഇവിടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ നമ്മൾ ഗേൾസിന് കയറണമെങ്കിൽ ഇങ്ങനൊരു ഡ്രസ്സ് തരും. അത്
വെയർ ചെയ്തിട്ട് വേണം നമുക്ക് കയറാൻ. ജെൻസിന് പ്രശ്നമില്ല. അപ്പോൾ അങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മളകത്ത് കയറി. ഇതിനെ പിങ്ക് മോസ്ക് എന്നും കൂടിയിട്ട് പറയും. നമ്മളന്ന് നാഷണൽ മോസ്കിൽ പോയായിരുന്നു. അവിടെ നോൺ മുസ്ലിംസിന് അലൗഡ് അല്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, എല്ലാവർക്കും ഇവിടെ അലൗഡ് ആണ്. ഇത് നമ്മുടെ മലേഷ്യൻ ടൂറിലുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് സ്പേസ് കൂടിയിട്ടാണ് ഈ ഒരു മോസ്ക് എന്ന് പറഞ്ഞാൽ, പുത്രജയ മോസ്ക് എന്ന് പറഞ്ഞാൽ. ഇത് ഇവിടെ ഒരു പ്രെയർ ഹാളാണ്. ഇതിൻ്റെ സൈഡിൽ തന്നെ നമുക്കൊരു റിവർ കാണാൻ പറ്റും. ഒരു അപ്പുറത്തൊരു മാൻ മെയ്ഡ് റിവറൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു മോസ്കിൻ്റെ അകത്തെ കാഴ്ച. ഇത് പുറത്ത് നമ്മൾ ഇറങ്ങുമ്പോൾ ആ സൈഡിൽ മാൻ മെയ്ഡ് ആയിട്ടുള്ള ഒരു റിവർ കാണാം. പുത്രജയ എന്ന് പറയുന്ന ഒരു സ്പേസ് തന്നെ ഇവർ മാൻ മെയ്ഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. വിത്ത് ആ റിവർ, മോസ്ക്, പിന്നെ ഗവൺമെന്റ് ഒഫീഷ്യൽസിന്റെ ആ ഓഫീസസ്, ഗവൺമെന്റ് ഓഫീസസ് എല്ലാം അവർ ക്രിയേറ്റ് ചെയ്തതാണ്. കാരണം ആ കോലാലംപൂർ സിറ്റിയിൽ നിന്ന് മാറിയിട്ടാണ് പുത്രജയ. ആ കോലാലംപൂർ സിറ്റിന്റെ തിരക്കിന്റെ ഇടയിൽ കൂടിയിട്ട് ഇനി ഒരു ഗവൺമെന്റ് ഓഫീസും കൂടി വന്ന് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട, ഒരു അത്രയും തിരക്ക് കുറയുമല്ലോ, ആ ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങോട്ട് മാറ്റി നമ്മുടെ ഒഫീഷ്യൽ കാര്യങ്ങൾക്ക് വരാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് ആക്കി പുത്രജയ അവർ മാറ്റിയത്. അതെന്തായാലും വളരെ നല്ലൊരു കാര്യമാണ്. ഈ ഒരു ഗ്രീൻ കളറിൽ കാണുന്നില്ലേ, അതാണ് നമ്മുടെ പുത്രജയ ഓഫീസസ്. അതിനുള്ളിലാണ് ഓഫീസും കാര്യങ്ങളൊക്കെ വരുന്നത്. അതുപോലെ ഇതിന്റെ സൈഡിൽ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ച് അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇവരുടെ ഒരു ഒഫീഷ്യൽ കാര്യങ്ങളും അവരുടെ പബ്ലിക് ഇവന്റ്സും മറ്റൊക്കെ നടക്കുന്ന ഒരു സ്പേസ് ആണിത്. അപ്പോൾ ഇതൊക്കെയാണ് പുത്രജയയുടെ വിശേഷങ്ങൾ. ഈ ഒരു ഇത്രയേ ഉള്ളൂ കാണാൻ ഇവിടെ നിന്ന്. അപ്പോൾ നമ്മൾ പുത്രജയിൽ നിന്ന് നേരെ നമ്മൾ ഇനി പോകുന്നത് നമ്മുടെ എയർപോർട്ടിലോട്ടാണ്. ഇതാണ് നമ്മുടെ കോലാലംപൂർ എയർപോർട്ട്. ഇവിടെ ആക്ച്വലി നമ്മൾ ചെന്ന് കയറുമ്പോൾ സെക്യൂരിറ്റി ചെക്കിൻ ഇല്ല. ഇതിനകത്താണ് സെക്യൂരിറ്റി ചെക്കിനും മറ്റുമൊക്കെ. ഇതൊരു ആക്ച്വലി ഒരു മോള് പോലെ തന്നെയാണ് ഈ ഒരു എയർപോർട്ടിൻ്റെ ഉള്ളിൽ കാണാനും. നമുക്ക് അത്രയും സ്പേസ്, സമയമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിങ്ങിനും മറ്റുമൊക്കെ യൂസ് ആക്കാം ആ ടൈമും മറ്റും. നമ്മൾ നേരെ പിന്നെ പോയത് ഫുഡ് കഴിക്കാനാണ്. ഫുഡ് കഴിച്ചിറങ്ങുന്ന ടൈമേ നമുക്ക് ഫ്ലൈറ്റിനുണ്ടായിരുന്നുള്ളൂ. സോ നമ്മളൊരു ഫുഡ് കഴിക്കാൻ പോയി ആ ഒരു മെഷീൻ കണ്ടല്ലോ, അതാണ് നമുക്ക് ഡെലിവർ ചെയ്തത് ഫുഡ്. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനത്തെ ഒരു മെഷീൻസ് കണ്ടിട്ടില്ല. അപ്പം ഹ്യൂമൻസിൻ്റെ ആവശ്യമില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ ഫ്ലൈറ്റിൽ കയറി നമ്മളങ്ങനെ നാട്ടിലോട്ട് വരികയാണ്. ഒരു 4 hour ഫ്ലൈയിങ് ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാണുന്ന വിഷ്വൽസ് പോലെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കൺട്രി, അത്രയും ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് നമുക്കൊരു സ്ട്രേഞ്ച് ഫീലിങ്ങും ഇല്ലായിരുന്നു ആ ഒരു കൺട്രിയിൽ. അപ്പോൾ ഇത്രയും മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഡേയ്സ് ആയിരുന്നു ഇവിടെ. അപ്പോൾ ഇതോടുകൂടിയിട്ട് മലേഷ്യൻ വ്ളോഗ് എൻഡ് ആവുകയാണ്. വ്ളോഗ്സ് ഉണ്ട് എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സി യു.